ഡേവിഡ് കറ്റാലയുടെ നിരീക്ഷണങ്ങൾ കൃത്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ സത്യമാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള 2 ഗോൾ വിജയത്തിന് ശേഷം പരിശീലകൻ മനസ്സ് തുറക്കുമ്പോൾ അതിൽ അമിത ആവേശമില്ല, ലവലേശം അവകാശവാദങ്ങളുമില്ല. കറ്റാല പറഞ്ഞ കാര്യങ്ങൾ അവലോകനം ചെയ്താൽ ഒരു കാര്യം വ്യക്തമാകും: ഈ കോച്ച് നല്ല രീതിയിൽ ഗ്രഹപാഠം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 20 ദിവസത്തെ ട്രെയിനിങ് സെഷനുകളിൽ ടീമിനും കളിക്കാർക്കും ഏറ്റവും അധികം താൻ നൽകിയത് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് തിരികെ നൽകലാണ്. അതിനായിരുന്നു ഞാൻ മുൻതൂക്കം നൽകിയത്. ഇപ്പോൾ ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ അവരിൽ ഞാൻ അതിന്റെ ഗുണവും കാണുന്നുണ്ട്. അവരിപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതാണ് നമുക്ക് ലഭിച്ച ഈ വിജയത്തിന്റെ അടിസ്ഥാന രഹസ്യവും കറ്റാല വ്യക്തമാക്കുന്നു. ഇപ്പോൾ എന്റെ ടീമിൽ എനിക്ക് അഭിമാനമുണ്ട്. അവർ മികച്ച രീതിയിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. അവർ നല്ല രീതിയിൽ പന്ത് കൈകാര്യം ചെയ്യുന്നു. അവർ കളിക്കട്ടെ. കഴിഞ്ഞ 9-10 മാസങ്ങളായി അവർ ഒരു പ്രത്യേക പാറ്റേണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരത് തുടരട്ടെ. തിടുക്കം കാട്ടി അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ബുദ്ധിമോശമാണ്. അതവരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് കറ്റാല വിശദീകരിക്കുമ്പോൾ ബുദ്ധിമാനായ ഒരു പരിശീലകനെ ഡേവിഡ് കറ്റാലയിൽ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഇന്ത്യൻ ഫുട്ബോളിനെയും ഇന്ത്യൻ സൂപ്പർ ലീഗിനെയും പറ്റി നല്ല ധാരണയുണ്ട്. ഇവിടെ പ്രവർത്തിച്ച് പരിചയമുള്ള പല കളിക്കാരോടും പരിശീലകരോടും ഞാൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മനേല മാർക്കസിനെ പോലെയുള്ളവരുമായി ഞാൻ ഇതേക്കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുമുണ്ട്. സ്പെയിനിലെയോ മറ്റു രാജ്യങ്ങളിലെയോ പോലെ അത്ര ഉയർന്ന താളമല്ല ഇവിടെ ഫുട്ബോളിനുള്ളത്. എന്നാൽ ക്രമാനുഗതമായ വളർച്ച ഇവിടെ കാൽപന്ത് കളിക്ക് ഉണ്ടെന്നുള്ളതിൽ തർക്കമില്ല. അതിനൊപ്പം വളരാനാണ് എനിക്കും ആഗ്രഹം, കറ്റാല വ്യക്തമാക്കുന്നു. എടുത്തു ചാടാതെ, കതിരിൽ വളം വയ്ക്കാതെ ഘട്ടം ഘട്ടമായി തന്റെ തന്ത്രങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്ന കറ്റാലയ്ക്ക് ദീർഘകാല പദ്ധതിയാണ് മനസ്സിലുള്ളതെന്ന് കരുതാം. ഒരുപക്ഷെ ഇനി മുന്നോട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ മത്സരങ്ങളിലും കറ്റാലയുടെ പങ്ക് കാണാൻ കഴിഞ്ഞേക്കും. അതിലൂടെ മികച്ച വിജയങ്ങളും.